ISL വിദേശ താരങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പഞ്ചാബ് എഫ് സിയെ പറ്റിയാണ്. ഏതായാലും പഞ്ചാബ് എഫ് സി കഴിഞ്ഞ ദിവസമാണ് അവരുടെ അവസാനത്തെ സൈനിങ്ങും ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. ലാസ്റ്റ് സീസണിൽ അവരുടെ ഒരു വിദേശ നിര അത്ര ബാലൻസ്ഡ് അല്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരൊരു ഫോറിൻ ഗോൾ കീപ്പറെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 5 ഫീൽഡ് പ്ലെയേഴ്സിനെ അല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാട് ഒരു ഫോറിൻ സെൻട്രൽ ബാക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഒരു ബാലൻസ് തന്നെ. ആ ഒരു ബാലൻസ് ഇപ്പോൾ ശരിയായോ എന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ വരുന്നത് ക്രൊയേഷ്യൻ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഇവാൻ നോവോസെലിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 150 മുകളിലൊക്കെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഏജൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു വലിയ നമ്പർ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹം ഡുറൻ കപ്പിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ക്രൊയേഷ്യൻ ലീഗിലൊക്കെ അടക്കം മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ദിമിത്രിയോസ് ചാറ്റ്സിയാസിൻ്റെ കാര്യം വെച്ച് പരിഗണിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഒരു അത്ര വലിയൊരു പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, പക്ഷേ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത് ഫിലിപ്പ് മെർജൻജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ക്രൊയേഷ്യൻ താരമാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു താരമാണ്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അങ്ങനെ പറയാം. കാരണം അദ്ദേഹം ഡുറൻ കപ്പിലേക്ക് കുറച്ചും കൂടി ഒരു ബോക്സ് ടു ബോക്സ് എന്ന ലെവലിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ ക്രൊയേഷ്യൻ ലീഗിലൊക്കെ കളിച്ച് റൊമേനിയൻ ലീഗിലൊക്കെ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് ഇപ്പം ഡുറൻ കപ്പിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല പെർഫോമൻസ് തന്നെയാണ്. 3 അസിസ്റ്റും 1 ഗോളും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊരു നല്ല നമ്പർ തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ക്രൊയേഷ്യൻ ടോപ്പ് ടയറിലാണ് കളിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ISLലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അടുത്തത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള എക്സിക്യോൽ വിദാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം. വേണമെങ്കിൽ നമുക്ക് പറയാം ആദിൽ തലാലിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് എന്ന നിലയിലൊക്കെ കൊണ്ടുവന്ന പ്ലെയറാണ് എന്നുള്ളത്. കാരണം അവർക്ക് ലാസ്റ്റ് സീസണിൽ അങ്ങനെ പെർഫോം ചെയ്തൊരു പ്ലെയർ അറ്റാക്കിംഗ് മിഡിൽ ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത്. എന്നാലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു അർജൻറ്റീൻ പ്ലെയറാണ്. അദ്ദേഹം കൂടുതലും അർജൻറ്റീനയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 2 സീസണൊക്കെ ആയിട്ട് ഇന്തോനേഷ്യയിൽ കളിച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ലൊരു നമ്പർ ഉണ്ട് കേട്ടോ. കാരണം 63 മത്സരങ്ങളിൽ 17 ഗോളും 14 അസിസ്റ്റും എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു നമ്പർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഡുറൻ കപ്പിൽ മോഹൻ ബഗാനെതിരെ നടന്ന മത്സരത്തിൽ 75 മിനിറ്റ്സ് കളിച്ചിരുന്നു. ആ 75 മിനിറ്റ്സിൽ അദ്ദേഹത്തിന് 1 ഗോൾ വരെ അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നല്ലൊരു നമ്പർ തന്നെയാണല്ലോ. അടുത്തത് അവരുടെ ലേറ്റസ്റ്റ് സൈനിങ് ആയിട്ട് വരുന്നത് ഒരു വിങ്ങറാണ്. അസ്മിർ സുൽജിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോസ്നിയൻ വിങ്ങറാണ്. കൂടുതലായിട്ട് ഒരു ലെഫ്റ്റ് വിങ്ങിലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ് എന്നുള്ളതാണ്. സോ അദ്ദേഹം റീസെൻ്റ്ലി ആഴ്ചകൾക്ക് മുമ്പ് കോൺഫറൻസ് ലീഗിൻ്റെ ഒരു പ്ലേ ഓഫ് മത്സരമൊക്കെ കളിച്ചിരുന്നു. അതാണെങ്കിലും അതിനുശേഷമാണ് ഇപ്പം പഞ്ചാബ് എഫ് സിയിലേക്ക് താരം ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അവരുടെ സെൻട്രൽ ഫോർവേഡ്സിലേക്ക് പോകുമ്പോഴത്തേക്കും 2 താരങ്ങളാണുള്ളത്. ആദ്യത്തെ താരം പുതുതായിട്ട് ടീമിലെത്തിച്ചിട്ടുള്ള മഷുങ്ക ബക്കങ്ക എന്ന് പറഞ്ഞിട്ടുള്ള നോർവേജിയൻ താരമാണ്. നോർവേക്ക് വേണ്ടി എല്ലാ ഏജ് കാറ്റഗറികളിലും കളിച്ച് സീനിയർ ടീമിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. നല്ലൊരു ഗോൾ സ്കോറിങ് ആ ഒരു പ്രൊഫൈലൊക്കെ ആയിട്ട് വരുന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ കൂടുതലും കളിച്ചിട്ടുള്ളതും നോർവേയിലാണ്. അതിൻ്റെ 180 മത്സരങ്ങളിൽ നിന്ന് 63 ഗോളും 15 അസിസ്റ്റും. നോർവേ ലീഗിൽ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ് തന്നെയാണ്. പിന്നെ ബെൽജിയം, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസും അദ്ദേഹത്തിനുണ്ട്. ഒരു നല്ല പ്രൊഫൈലുള്ളൊരു പ്ലെയർ തന്നെയെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. മറ്റൊരു പ്ലെയർ ലൂക്ക മാച്ചനാണ്. ലൂക്ക മാച്ചനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട, ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ ഫെമിലിയറാണ്. ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ പഞ്ചാബ് എഫ് സിയിൽ കളിച്ചിരുന്നു. അദ്ദേഹം ടീം വിട്ടുപോയി എന്നുള്ള വാർത്തകൾ വന്നതാണ്. അവർ തന്നെ താങ്ക് യു പോസ്റ്റ് ഇട്ട് എന്താണെങ്കിലും അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ലാസ്റ്റ് സീസണിൽ 22 മാച്ചിൽ നിന്ന് 8 ഗോളും 2 അസിസ്റ്റും ഒക്കെ അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. മാത്രമല്ല ISL, ഐ ലീഗ് 2 അങ്ങനെ എല്ലാ ലീഗുകളിലും കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ഒരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ് കേട്ടോ. കാരണം ഈ സ്ലൊവേനിയൻ താരം തീർത്തും ഒരു നല്ലൊരു ടോപ്പ് സ്കോറർ എന്ന് പറയാം, നല്ലൊരു ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് പറയാം. ആ ഒരു ലീഡർഷിപ്പ്, സ്കോറിങ് ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവരുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ക്വാഡ് ആയോ ഇത്തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം നോ എന്നുള്ളത് തന്നെയാണ്. കാരണം സെൻട്രൽ ബാക്കിൽ ഇത്തവണയും ഒരേ ഒരു വിദേശ താരമാണുള്ളത്. ഇപ്പം ഡിഫൻസിൽ കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഫിലിപ്പാണെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ് കളിക്കുന്ന പ്ലെയറാണ്. സെൻട്രൽ ബാക്കിൽ അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലെയറല്ല. പിന്നെ അവർക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ വലിയ പ്രൊഫൈലുള്ള സെൻട്രൽ ബാക്സും ഇല്ല ഇന്ത്യൻസിൻ്റെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ബാലൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അറ്റാക്സിൽ നല്ല ഓപ്ഷൻസൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ അവരുടെ ഒരു അഡ്വാൻറ്റേജ്. എന്താണെങ്കിലും ഓരോ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഡിഫൻസ് ഇറ്റ്സ് ആവറേജ് എന്നുള്ളതാണ് ഞാൻ റേറ്റ് ചെയ്യുക. മിഡ്ഫീൽഡ് ഗുഡ് എന്ന് പറയാം, അതുപോലെ അറ്റാക്ക് വെരി ഗുഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി 4 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവാൻ നോവോസെലിച്ച് എന്താണെങ്കിലും സെൻട്രൽ ബാക്കിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വിദാൽ എന്ന് പറയുന്ന താരത്തെ അറ്റാക്കിംഗ് മിഡിൽ പിക്ക് ചെയ്യാം. ആൻഡ് വിങ്ങിൽ അസ്മിറിനെ പിക്ക് ചെയ്യാൻ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ലൂക്ക മാച്ചനെ ആയിരിക്കാം സാധ്യതകൾ കൂടുതൽ എന്നുള്ളതാണ്. ഇതിൽ
ഈ പറഞ്ഞ ബാക്കി 2 പ്ലേയേഴ്സിനും ഉറപ്പായിട്ടും ആ ഒരു കേപ്പബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് തന്നെയാണ്. ആ ഒരു റൊട്ടേഷനൊക്കെ വരുമെന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബക്കങ്ക നല്ലൊരു പ്രൊഫൈൽ സ്ട്രൈക്കർ തന്നെയാണ്. അതുപോലെ തന്നെ ഫിലിപ്പും നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന അല്ലെങ്കിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്നല്ലേ പറയാം. പക്ഷേ ഇവർക്ക് വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ വിങ്ങേഴ്സ് കുറച്ചും കൂടി ഒരു ശക്തി ഏകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ടൂറിംഗ് കപ്പിലൊക്കെ പെർഫോമൻസ് വെച്ച് ലെഫ്റ്റ് സൈഡ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ 4 പ്ലേയേഴ്സിൻ്റെ പേര് പറഞ്ഞത്. അപ്പം എന്താണ് പഞ്ചാബ് എഫ് സിയുടെ വിദേശ നിരയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ?